പ്രിയപ്പെട്ട നമസ്കാരം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അസർബൈജാനിലാണ്. അസർബൈജാനിലെത്തിയപ്പോൾ എല്ലാവരും പറയുന്നത് ഗബല സന്ദർശിക്കണമെന്നാണ്. ഗബലയിൽ വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ്. ഞങ്ങൾ വന്നിട്ട് എവിടെ ഒരു ഹോട്ടൽ, നല്ല ഹോട്ടലിൽ നിന്ന് കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പോഴാണ് എല്ലാവരും പറഞ്ഞത് ഇവിടെ ഒരു ഹോട്ടലുണ്ട്, മലബാർ റെസ്റ്റോറൻറ്റ്. മലബാറിന് പേര് കേട്ടപ്പോഴേ മനസ്സൊന്ന് പേടച്ചു. പിന്നെ മലബാറിലേക്ക് വെച്ച് പിടിക്കുകയായിരുന്നു. അവിടെ വന്നപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മലബാറിൻ്റെ എല്ലാമായ സ്വന്തമായ രാഹുൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിരുന്നു. രാഹുൽ മലബാറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും. രാഹുൽ ഭായി നമസ്കാരം. രാഹുൽ ഭായി, ഇവിടെ വന്നിട്ട് എത്ര കാലമായി? ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 17 വർഷമായി. 17 വർഷമായി. അപ്പം എത്ര കാലമായിട്ട് ഈ റെസ്റ്റോറൻറ്റ് നടത്തുന്നത്? റെസ്റ്റോറൻറ്റ് നമ്മൾ കഴിഞ്ഞ 6 വർഷമായിട്ട് റെസ്റ്റോറൻറ്റ് നടത്തുന്നുണ്ട്. 6 വർഷമായിട്ട്. ഓക്കെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങളിപ്പം അസർബൈജാൻ ടൂർ വന്നു കഴിഞ്ഞാൽ, ഗബലയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ്. ഫുഡ് വൈവിധ്യങ്ങൾ എല്ലാവരും പറയുന്നുണ്ട്. അസർബൈജാൻ ഫുഡ് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട്. ഈ ഫുഡ് വൈവിധ്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? അസർബൈജാൻ ഫുഡ് നോർമലി നമുക്ക് നമ്മുടെ ആ ഒരു ഭക്ഷണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു മേക്കിംഗ് രീതിയൊക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ കൂടുതലും കബാബ് കാര്യങ്ങൾ, പിന്നെ നമ്മുടെ മീറ്റൊക്കെ ആയാലും വേറൊരു രീതിയിൽ ബോയിൽ ചെയ്തിട്ടൊക്കെയാണ് അവർ സ്പൈസസ് ഒന്നും യൂസ് ചെയ്യാണ്ട്. സ്പൈസസ് യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ ഗ്രാമ്പൂ, കറുവപ്പട്ട അങ്ങനെയുള്ള കുറച്ചും സംഭവങ്ങളൊക്കെ മാത്രമേ അവർ യൂസ് ചെയ്യാറുള്ളൂ. നമ്മളെപ്പോലെ ചില്ലി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് നമ്മൾ കഴിക്കേണ്ട ഒരുപാട് ഡിഷസ് അസർബൈജാൻ ഫുഡിലുണ്ട്. അല്ല, കഴിഞ്ഞ ദിവസം ഞങ്ങൾ 2 ദിവസമായിട്ട് ഫുഡ് കഴിച്ചിരുന്നു. കൂടുതലും സലാഡുകളും കാര്യങ്ങളും ഒക്കെ ഹെൽത്തി ഫുഡാണ് നിങ്ങൾ തരുന്നത്. അസർബൈജാൻ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു അസർബൈജാനി നമുക്കൊരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരത് ആദ്യം ഓർഡർ ചെയ്യുക സലാഡ് ഐറ്റംസാണ് ആദ്യം ഓർഡർ ചെയ്യുക. അപ്പോൾ അത് കഴിച്ചതിന് ശേഷമാണ് മെയിൻ കോഴ്സിലേക്ക് അവർ പോകും. സലാഡ്, സൂപ്പ്, മെയിൻ കോഴ്സ്, അങ്ങനെയാണ് അവരുടെ ഒരു ഭക്ഷണ രീതി അങ്ങനെയാണ്. അല്ല, ലിക്കർ കഴിക്കുന്നതിലും വ്യത്യാസമുണ്ട്. ലിക്കർ കഴിക്കുന്നതിലും വ്യത്യാസമുണ്ട്. ലിക്കർ കഴിക്കുമ്പോഴും ഫസ്റ്റ് അവർ ആദ്യം ഒരു ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ച് സൂപ്പൊക്കെ കഴിച്ചൊന്ന് സെറ്റായതിനു ശേഷം മാത്രമാണ് ലിക്കർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നമ്മുടെ ഇന്ത്യൻ ഫുഡുകൾ എന്തൊക്കെയാണ് നമ്മളിവിടെ കിട്ടാൻ? ഇന്ത്യൻ ഫുഡ് ഓൾമോസ്റ്റ് നമുക്ക് നോർത്ത് ഇന്ത്യൻ ഡിഷസ് എല്ലാം തന്നെ നമുക്കുണ്ട്. ഇപ്പോൾ വെജ് ആയാലും ഇപ്പോൾ ജൈന് വേണ്ടിയിട്ടുള്ള അവരുടെ ഫുഡ്, പിന്നെ നോൺ വെജ് എല്ലാ ഐറ്റംസും നമുക്കുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റേ ഉണ്ടോ, അതോ ഹോട്ടലുണ്ടോ, എങ്ങനെയാണ് അത്? ഇവിടെ നമുക്ക് സ്റ്റേ ഇല്ല, മലബാറിൽ സ്റ്റേ ഇല്ല. പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന കുറച്ച് വില്ലാസും കാര്യങ്ങളും, പിന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെ 1-2 ഹോട്ടൽസൊക്കെ നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന ക്ലയൻസിനൊക്കെ മാക്സിമം നമ്മൾ അവിടെയൊക്കെയാണ് അക്കോമഡേറ്റ് ചെയ്യാൻ. എന്തായാലും ഇതൊരു മനോഹരമായ സ്ഥലമാണ്. എനിക്ക് എത്ര ഇതിൽ കാണും ഈ സ്ഥലങ്ങൾ? എന്തൊക്കെയാണ് ഇവിടെ വ്യത്യസ്തത? ഈ കോമ്പൗണ്ടാണോ? ഇത് 1.5 ഹെക്ടറാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ടൊരു ഹാളുണ്ട്, ഒരു 180 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളത്. അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരു 35 പേര് സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വേറൊരു ഹാളുണ്ട്. ഇപ്പോൾ ഈ സമ്മറൊക്കെ ആകുമ്പോൾ താഴത്തേക്കുള്ള ക്യാബിൻസ് ഒരു 5-6 നമ്മൾ അത് യൂസ് ചെയ്യും. പിന്നെ ഉള്ളത് 6-7 ഇങ്ങനത്തെ ക്യാബിൻസ് ആണുള്ളത്. ഒരു 12 പേര്, 14 പേര്, 15 പേർക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കത്തക്ക രീതിയിലാണ് നമ്മളത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പാർട്ടി മെയിൻലി നമുക്ക് ബർത്ത്ഡേ പാർട്ടികൾ നടക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ ലോക്കൽ ആളുകളുടെ എൻഗേജ്മെൻറ്റ് പാർട്ടികളൊക്കെ ഇവിടെ നടക്കാറുണ്ട്. പിന്നെ ഗ്രൂപ്പ്സ് വരുമ്പോൾ അവരുടെ കാല ഡിന്നർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഇവിടെ. ഇവിടുത്തെ ജനത, 2 ദിവസം ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് നിങ്ങളോടൊപ്പം ഇവിടുത്തെ ജനത മൊത്തമുണ്ട്. അതെങ്ങനെയാണ് ഇവരുടെ ഒരു സിസ്റ്റം? ഞാൻ 17 വർഷമായിട്ട് ഈ കബല എന്ന് പറയുന്ന ഈ സ്റ്റേറ്റിലാണുള്ളത്. അപ്പോൾ ഞാൻ 21ാമത്തെ വയസ്സിൽ വന്നതാണ്. അപ്പോൾ അന്ന് തൊട്ടിട്ട് ഇവരെന്നെ കാണുന്നതാണ്, ഇവരായിട്ട് ഒന്നിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് അവരുടെ നാട്ടിലുള്ള ഒരാളോടുള്ളൊരു സ്നേഹം പോലെ തന്നെ നമ്മളോട് ആ സ്നേഹമുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങൾ ഒരു പുതിയ ആൾക്കാരെ ഇങ്ങോട്ട് വരാനിരിക്കുകയാണ്. അപ്പോൾ അവർ ഗബലയിൽ വരുമ്പോൾ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മൾ ഇവിടെ നല്ല ഫുഡുകൾ കൊടുക്കും, അതുപോലെ തന്നെ ഇവിടെ കാണും അല്ലേ? തീർച്ചയായിട്ടും കാണും. കോൺടാക്ട് നമ്പർ നമ്മൾ മെൻഷൻ ചെയ്യും. രാഹുൽ ഭായി വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി ഫുഡ് രസിച്ച് ഇവിടെ നിന്ന് മടങ്ങാൻ പറ്റും. എന്തായാലും വളരെ സന്തോഷം, വളരെ ഹാപ്പിയാണ്. ഇനിയും ഞങ്ങൾ വരും നിങ്ങളെ കാണാനും, അസർബൈജാൻ കാണാനും.